സേനാപതിയുടെ കഥാപാത്രത്തിനെ അതിശക്തനാക്കി മാറ്റുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാമോ? ഒന്ന്, അദ്ദേഹം കേരളത്തിൽ വന്ന് കളരിപ്പയറ്റും മർമ്മവിദ്യയും പഠിച്ച് മർമ്മവിദ്യയിൽ അഗ്രഗണ്യനായി മാറിയിരുന്നു എന്നതാണ്. രണ്ട്, അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ സ്വന്തം ജീവൻ കളഞ്ഞുവരെ പോരാടാൻ അദ്ദേഹം തയ്യാറായിരുന്നു. മൂന്ന്, സ്വാതന്ത്ര്യ സമരത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത പാതയാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിൽ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മിതവാദികളെന്നും രണ്ട്, തീവ്രവാദികളെന്നും അറിയപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ. അതിൽ തീവ്രവാദി വിഭാഗത്തിൽപ്പെടുന്ന സേനാപതിയുടെ റോൾ മോഡൽ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായി പോരാടണം എന്നാഗ്രഹിച്ച സേനാപതി സുഭാഷ് ചന്ദ്രബോസിനെ തേടി സിംഗപ്പൂരിൽ പോവുകയും അവിടെ വെച്ച് ഇന്ത്യൻ നാഷണൽ ആർമി INA-യിൽ ജോയിൻ ചെയ്യുകയും INA-യുമൊത്ത് ബർമയിലൂടെ വന്ന് ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചാവേറായി സ്വയം മരിക്കാൻ വരെ സേനാപതി തയ്യാറായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയ